കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും ഉദ്യോഗസ്ഥരും കരിപ്പൂർ എയർപോർട്ടിനെ അവഗണിക്കുന്നുവെന്നാരോപിച്ചാണ് പ്രക്ഷോഭം നടത്താൻ മലബാർ ഡെവലപ്മെന്റ് ഫോറം തീരുമാനിച്ചത്. വിവിധ സംഘടനകളെ ഒരുമിപ്പിച്ചുകൊണ്ട് കാലിക്കറ്റ് എയർപോർട്ട് പ്രൊട്ടക്ഷൻ മൂവ്മെന്റ് എന്ന പേരിൽ വരും ദിവസങ്ങളിൽ വിവിധ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കും. താൽക്കാലിക അറ്റകുറ്റപ്പണി നടത്തുന്നുവെന്ന് പറഞ്ഞാണ് കഴിഞ്ഞ തവണ ഹജ്ജ് എംബാർക്കേഷൻ കോഴിക്കോടിന് ലഭിക്കാതിരുന്നത്. അറ്റകുറ്റപ്പണി പൂർത്തിയായ സാഹചര്യത്തിൽ ഈ വർഷത്തെ ഹജ്ജ് എംബാർക്കേഷൻ കോഴിക്കോടിന് അനുവദിക്കണമെന്നാണ് സമരക്കാരുടെ ആവശ്യം. കേന്ദ്രമായിരുന്ന കരിപ്പൂരിന് എന്ത് അയോഗ്യതയാണ് വന്നത്? അറ്റകുറ്റപ്പണികളാണ്, വീതിയില്ല, വലുപ്പമില്ല എന്നൊക്കെയാണ്. അതൊക്കെ പൂർത്തിയാക്കിയെന്ന് പറയുന്നു. എന്നിട്ടും ഈ അനുവാദം കിട്ടാത്തത് വേറെ എന്തോ കൂടാ താല്പര്യമുള്ളതുകൊണ്ടാണ്. ഹജ്ജ് എംബാർക്കേഷൻ അനുമതിയും വലിയ വിമാനങ്ങൾ ഇറങ്ങാനുള്ള അനുമതിയും ലഭിക്കുന്നില്ലെങ്കിൽ കരിപ്പൂർ വിമാനത്താവളം തകർച്ചയിലേക്ക് നീങ്ങുമെന്നാണ് സമരക്കാർ പറയുന്നത്. സേവ് കാലിക്കറ്റ് എയർപോർട്ട് എന്ന മുദ്രാവാക്യമുയർത്തി പ്രധാനമന്ത്രിക്കും കേന്ദ്രമന്ത്രിക്കും 1 മാസത്തിനുള്ളിൽ 10 ലക്ഷം ഇമെയിൽ അയച്ചുകൊണ്ടാണ് ആദ്യ പ്രതിഷേധം. 3 മാസം നീണ്ടു നിൽക്കുന്ന വിവിധ സമരപരിപാടികൾ സംഘടിപ്പിക്കാനാണ് മലബാർ ഡെവലപ്മെന്റ് ഫോറത്തിന്റെ തീരുമാനം. മീഡിയ 1 കോഴിക്കോട്.